ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇറിഡിയം നൽകാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്ന് പരാതി. ക്ഷേത്രത്തിലെ ഒരു പോറ്റി വഞ്ചിച്ചെന്നാണ് മണ്ണന്തല സ്വദേശി വിജേഷ് കുമാറിന്റെ പരാതി. 25 ലക്ഷം രൂപ വാങ്ങി വ്യാജ ഇറിഡിയം നൽകിയെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, ശബരിമലയിലെ ഇത്തരത്തിൽ പോറ്റിയുടെ ഇടപെടൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെയാണ് ഇത്തരത്തിൽ പോറ്റി ഇടപെട്ട് ഒരു വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? രുചിഷ്, ഇത് 18/12/2025 ഈ സംഭവം നടക്കുന്നത്. അതായത് അതിനു മുമ്പ് പണം കൈമാറിയിട്ടുണ്ട്. ഈ നാലാഞ്ചിറ സ്വദേശിയായിട്ടുള്ള വിജേഷ് എന്ന് പറഞ്ഞ ആളാണ് ഫോർട്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതി ഇങ്ങനെയാണ്. അതായത് ക്ഷേത്രത്തിലെ ഇറീഡിയം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ഒരു സംഘം സമീപിക്കുകയായിരുന്നു. ഇടനിലക്കാരൻ ഉൾപ്പെടെയുള്ള സജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് സമീപിച്ചത്. ആ സമീപിച്ചത് ക്ഷേത്രത്തിലെ, അതായത് രുചിഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ അമൂല്യ നിധികളുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറീഡിയം നൽകാമെന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ തന്നെ സമീപിച്ചത്. താൻ അത് വിശ്വസിച്ച് ആദ്യം 10 ലക്ഷം രൂപ നൽകി. അത് പുറത്തു നിന്നാണ് നൽകിയത്. പക്ഷെ 18/12/2025 ഇറീഡിയം കൈമാറുന്ന ദിവസം, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിൽ വെച്ച് ഈ ഇറീഡിയം കൈമാറുന്നു. അതിന് പിന്നാലെ 15 ലക്ഷം രൂപയും നൽകി. അങ്ങനെ 25 ലക്ഷം രൂപ നൽകി അവരുടെ കയ്യിൽ നിന്ന് ഇറീഡിയം വാങ്ങുന്നു. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇറിഡിയം നൽകാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്ന് പരാതി. ക്ഷേത്രത്തിലെ ഒരു പോറ്റി വഞ്ചിച്ചെന്നാണ് മണ്ണന്തല സ്വദേശി വിജേഷ് കുമാറിന്റെ പരാതി. 25 ലക്ഷം രൂപ വാങ്ങി വ്യാജ ഇറിഡിയം നൽകിയെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, ശബരിമലയിലെ ഇത്തരത്തിൽ പോറ്റിയുടെ ഇടപെടൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെയാണ് ഇത്തരത്തിൽ പോറ്റി ഇടപെട്ട് ഒരു വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? രുചിഷ്, ഇത് 18/12/2025